ജീവമൊഴികളിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. കർത്താവായ യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഉപമകളിൽ ഏറ്റവും പ്രശസ്തം എനിക്ക് തോന്നുന്നു വിത്ത് വിതപ്പാൻ പുറപ്പെട്ടവൻ്റെ ഉപമയാണ്, വിതയ്ക്കുന്നവൻ്റെ ഉപമ. ആ ഉപമ യേശു തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നു. വളരെ പ്രസിദ്ധമായ ഒരു ഉപമയാണത്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം ആ സംഭവം വായിക്കുന്നു. അതായത് വിതയ്ക്കുന്നവൻ വിതപ്പാനായിട്ട് പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. വഴിയരികിൽ വീണത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി. മറ്റ് ചിലത് പാറസ്ഥലത്ത് വീണു. പാറസ്ഥലത്ത് വീണത് അത് ആദ്യം ഒന്ന് മുളച്ചു വരാനായിട്ട് നോക്കി. പക്ഷേ ആ നിലയിൽ മണ്ണിന് താഴ്ചയില്ലാത്തതിനാൽ, വേരില്ലാത്തതിനാൽ സൂര്യൻ ഉദിച്ചപ്പോൾ മുള പൊട്ടാതെ, അതൊരു ചെടിയായി വളരാതെ അതങ്ങനെ ആ നിലയിൽ തന്നെ അങ്ങ് നശിച്ചുപോയി എന്ന് കാണുന്നു. 3-ാമത് വിതച്ചവൻ അത് വിതച്ചപ്പോൾ അത് മുള്ളിനിടയിലാണ് വീണത്. മുള്ളിനിടയിൽ വീണു. മുള്ളിനിടയിൽ വീണതിന് എന്ത് പറ്റി? മുള്ളിനിടയിൽ വീണത് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആ മുള്ള് അതിനെ ഞെരിച്ച് കളഞ്ഞു എന്ന് പറയുന്നു. 4-മത് ആ വിത്ത് നല്ല സ്ഥലത്ത് വീണു. അതിൻ്റെ ഫലമായിട്ട് അത് 30, 60, 100 മേനി ഫലം കായ്ച്ചു. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ സത്യത്തിൽ അത് നമ്മുടെ മനസ്സിലുള്ള ഒരു സംശയത്തിന് വ്യക്തമായ ഒരു മറുപടിയാണ് ഈ വചനത്തിലൂടെ, ഈ ഉപമയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. പലപ്പോഴും ദൈവവചനം പ്രഘോഷിക്കുന്നു, ഒരേപോലെയാണ് ദൈവവചനം പ്രഘോഷിക്കുന്നത്. 100 പേരിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ നാം ദൈവവചനം സംസാരിക്കുന്നു. ദൈവവചനം വളരെ വ്യക്തതയോടെ, വളരെ ഗൗരവത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ 100 പേര് 100 തരത്തിലാണ് അതിൻ്റെ ഫലം അവരിൽ കാണുന്നത്. ചിലർ അത് അങ്ങനെ ഒരു കാര്യം തന്നെ അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല. മറ്റു ചിലരിൽ ചില നിലയിൽ, വ്യത്യസ്തമായ നിലയിൽ അതിൻ്റെ ഫലം കാണും. ഇതെന്താണ്? വിതച്ചതിൻ്റെ വല്ല കുഴപ്പവുമാണോ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. എന്നാൽ ഒരേ വിത്താണ് വിതച്ചത്, ഒരേ വിത്ത് വിതയ്ക്കുന്നു. വിതച്ചത് വിത്തിൻ്റെ കുഴപ്പമല്ല, പക്ഷേ അത് സ്വീകരിച്ച നിലങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഒന്നെന്ന് പറയുന്നത് വഴിയരികാണ്. വഴിയരികിൽ വീണ വിത്ത് അത് നിമിഷ നേരം പോലും അവിടെ തങ്ങി നിന്നില്ല. വളരെ വേഗത്തിൽ പറവകൾ വന്ന് അത് കൊത്തിക്കൊണ്ടുപോയി. അതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ യേശു തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. വഴിയരികിൽ വീണത് അവർ വിശ്വസിച്ച്, വചനം വീണു, പക്ഷേ അത് വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കത്തക്കവണ്ണം പിശാച് അത് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. പറവകളെ പിശാചിൻ്റെ നിഴലായിട്ട് പറഞ്ഞ് ആ പറവകൾ അത് കുത്തിക്കളഞ്ഞു എന്നുള്ളത്, ഹൃദയത്തിൽ വീണ വിത്ത് മുള പൊട്ടാതിരിക്കത്തക്കവണ്ണം പിശാച് അതിനെ കവർന്നു കളഞ്ഞു. അതാണ് വഴിയരിക്. യേശു അതിനെ അങ്ങനെ വിശദീകരിക്കുന്നു. 2-മത് വീണതോ? 2-മത് വീണത് അത് പാറസ്ഥലത്താണ് വീണത്. പാറസ്ഥലത്ത് വീണപ്പോൾ അതിനോടൊരു ആ വചനം കൈക്കൊണ്ട ആളിൻ്റെ ഒരു പ്രതികരണം, ഒരു വൈകാരിക പ്രതികരണമായിരുന്നു. നാം അവിടെ വായിക്കുന്നത് ആദ്യം സന്തോഷത്തോടെ അതിനെ കൈക്കൊണ്ടു. ക്ഷണത്തിൽ അത് മുളയ്ക്കുന്നു, പക്ഷേ മണ്ണിന് താഴ്ചയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വേര് എടുക്കാനായിട്ട് കഴിയുന്നില്ല, വേഗത്തിൽ ഉണങ്ങിപ്പോകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനത്തിൽ സൂര്യൻ ഉദിച്ചാറേ അത് ഉണങ്ങിപ്പോയി. സൂര്യൻ ഉദിച്ചത് പ്രതികൂലത്തെ കാണിക്കുന്നു, ചൂട് പ്രതികൂലത്തെ കാണിക്കുന്നു. പ്രതികൂലത്തിൻ്റെ മുൻപിൽ പെട്ടെന്ന് തന്നെ ആ വചനം ആദ്യം സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലും അത് ഒന്ന് മുന്നോട്ട് വന്ന് ഒരു ഫലം കായ്ക്കാനിടയാകാതെ വളരെ വേഗം പ്രതികൂലത്തിൻ്റെ മുമ്പിൽ പിന്മാറി അവരെ ലോകത്തിലേക്ക് മടങ്ങിപ്പോയി. 2 കൂട്ടർ ആ നിലയിലുള്ളവരാണ്. 3-ാമത്തെ കൂട്ടരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് മുള്ളിനിടയിലാണ് വീണത്. മുള്ളിനിടയിൽ വീണത് അതും നമ്മൾ കാണുന്നത്, മുള്ളിനിടയിൽ വീണ വിത്ത് അത് ഞെരുങ്ങിക്കളഞ്ഞു. മുള്ള് മുളച്ച് വളർന്ന് ആ വിത്തിനെ ഞെരുക്കിക്കളഞ്ഞു എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതും തുടക്കത്തിൽ തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി, മറ്റ് 2 പോലെ തന്നെ അങ്ങനെ അങ്ങ് ആയിപ്പോയി എന്ന് വിചാരിക്കും. എന്നാൽ
നമ്മൾ ദൈവവചനം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുമ്പോൾ ആ മുള്ളിനിടയിൽ വീണ ആ വിത്ത് അത് വഴിയരികിൽ വീണതുപോലെയോ പാറസ്ഥലത്ത് വീണതുപോലെയോ ആ ചെടി ഇല്ലാതാകുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനത്തിൽ അവരെ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത് അത് ഞെരുങ്ങി എന്ന് പറയുന്നത് ഫലം കൊടുക്കുന്നില്ല, നിഷ്ഫലർ. 13:22 നിഷ്ഫലർ എന്നാണ് വിവരിക്കുന്നത്. അപ്പം ഫലം കൊടുക്കുന്നില്ലെങ്കിലും ആ ചെടി അവിടെ തന്നെ നിൽപ്പുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പം അവിടെ മുള്ളിനിടയിൽ വീണവരെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് പൂർണ്ണമായി ഫലം കൊടുക്കാത്തവർ എന്നാണ്. അപ്പോൾ അല്പം ഫലമുണ്ട്, പക്ഷേ ആ കൃഷിക്കാരൻ ആഗ്രഹിക്കുന്ന നിലയിൽ പൂർണ്ണമായി ഒരു ഫലമില്ല. അടുത്ത 4-ാമത്തേതോ നല്ല നിലത്ത് വീണത് 30, 60, 100 മേനിയായിട്ട് ആ വിളവുണ്ടായി. നമ്മൾ ഈ ഉപമ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഇതിനെ പല തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. നമുക്ക് ഒരു സഭയോടുള്ള ബന്ധത്തിൽ, ഒരു സഭയിൽ ഇതിൽ ഈ പറഞ്ഞ 4 കൂട്ടരിൽ വഴിയരികിൽ വീണവർ, ആ പാറസ്ഥലത്ത് വീണവർ, മുള്ളിനിടയിൽ വീണവർ, നല്ല നിലത്ത് വീണവർ, ഈ 4 കൂട്ടരിൽ എത്ര പേർ ഒരു സഭയിൽ കാണും എന്നുള്ള നിലയിൽ ഈ ഉപമയെ ഒന്ന് ചിന്തിച്ചാലും, ഈ ഉപമയിൽ ഇതിൽ എത്ര പേരാണ് ദൈവസഭയിൽ, ഒരു പ്രാദേശിക സഭയിൽ അവരെ നിലനിൽക്കുന്നത്, അവരെത്ര പേര് കാണും? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വഴിയരികിൽ വീണവരും കാണുകയില്ല, പാറസ്ഥലത്ത് വീണവരും കാണുകയില്ല, മുള്ളിനിടയിൽ വീണവരും കാണുകയില്ല. സഭയിലുള്ളവരെല്ലാം 30, 60, 100 മേനി ഫലം കായ്ക്കുന്നവരാണ് എന്നാണ് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകുന്നത്. എന്നാൽ സൂക്ഷ്മമായിട്ടിത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, വഴിയരികിൽ വീണ ആ വിത്ത് പറവ കൊണ്ടുപോയി അവർ രക്ഷിക്കപ്പെട്ടവരേ അല്ല എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ കർത്താവ് തന്നെ പറയുന്നു. അവർ രക്ഷിക്കപ്പെട്ടവരല്ല, തീർച്ചയായിട്ടും അവർ സഭയിലുണ്ടാവുകയില്ല. 2-ാമത്തെ കൂട്ടർ പാറസ്ഥലത്ത് വീണവർ, അവർ സഭയിൽ 1 or 2 ആഴ്ച ചിലപ്പോൾ വന്നെന്നിരിക്കും, പക്ഷേ പെട്ടെന്നൊരു പ്രതികൂലമുണ്ടാകുന്നു, അതിനു മുൻപാകെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അവർ സഭ വിട്ടു പോകുന്നു, അവർ ഉണങ്ങിപ്പോയി, അവരെ പിന്നെ കാണുന്നില്ല. എന്നാൽ മുള്ളിനിടയിൽ വീണ 3-ാമത്തെ കൂട്ടരോ, 3-ാമത്തെ കൂട്ടർ ആ ചെടി നശിച്ചതായിട്ടല്ല നമ്മൾ കാണുന്നത്, അതവിടെ തന്നെ നിൽപ്പുണ്ട്, പക്ഷേ അത് പൂർണ്ണമായിട്ട് ഫലം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ നിഷ്ഫലരാണ് എന്ന് കാണുന്നു. പക്ഷേ അത് ആ സ്ഥലത്ത് അവിടെ നിൽപ്പുണ്ട്. പിന്നീട് 30, 60, 100 മേനിയുള്ളവർ, തീർച്ചയായിട്ടും 30, 60, 100 മേനിയുള്ളവർ ഒരു പ്രാദേശിക സഭയിലുണ്ടാവും. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, ഈ നല്ല സ്ഥലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന 30, 60, 100 മേനി വിളവുള്ള ആളുകളെ പോലെ തന്നെ ഒരു പ്രാദേശിക സഭയിൽ മുള്ളിനിടയിൽ വീണ ആ നിലത്തെ പോലുള്ള ആളുകളും ഉണ്ടാവും എന്ന് ഈ വചനം സൂക്ഷ്മമായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരവിടെയുണ്ട്, അവർ നഷ്ടമായി പോയിട്ടില്ല, അവരവിടെയുണ്ട്, ആ ചെടിയുടെ അസ്തിത്വം അവിടെയുണ്ട്. പക്ഷേ അതിനെന്തില്ല, അത് പൂർണ്ണമായിട്ട് ഫലം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിഷ്ഫലരാണവർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാദേശിക സഭകൾ അങ്ങനെയുള്ളവരാണ് ഉള്ളതെങ്കിൽ, ഒന്ന് മുള്ളിനിടയിൽ വീണ നില പോലുള്ള അങ്ങനെയുള്ളവരും, അതുപോലെ 30, 60, 100 മേനി വിളവ് നൽകുന്നവരും, ഇങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ അവിടെ ദൈവസഭയിലെ വചനം കൊണ്ട് എന്താ സാധിക്കേണ്ടത്? വാസ്തവത്തിൽ സാധിക്കേണ്ടത് ഈ മുള്ളിനിടയിൽ വീണ വിത്തിനെ പോലെയുള്ള ആ നിലമുള്ള ആളുകൾ അവരുടെ മുള്ള് പറിച്ചു മാറ്റി അവർക്കും നല്ല നിലമാകാനായിട്ട് കഴിയും. ഈ മുള്ളെന്താണ് എന്ന് അവിടെ പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനത്തിൽ ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന എന്ന് അവിടെ പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനത്തിൽ ഉത്കണ്ഠകൾ, ധനം, അതുപോലെ സംസാരഭോഗം, ഇങ്ങനെയുള്ളതെയാണ് മുള്ളുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവസഭയിൽ ഈ നിലയിലുള്ള ധനത്തിൻ്റെ വഞ്ചനയും സംസാരഭോഗവും ജഡീക സുഖങ്ങളും ഈ ലോകത്തിൻ്റെ ചിന്തകളും ഉള്ള ആളുകൾ അവരപ്പോഴും അവിടെ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കും,
സഭയിൽ അവർക്കും ഒരു സീറ്റ് ഉണ്ടായിരിക്കും, പക്ഷേ അവർ പൂർണ്ണമായിട്ട് ഫലം കൊടുക്കുന്നവരല്ല. പൂർണ്ണമായി ഫലം കൊടുക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ, ഈ മുള്ളുകളൊക്കെ നീങ്ങേണ്ടതായിട്ടുണ്ട്. ഉത്കണ്ഠകൾ, ആകുല ചിന്തകൾ, അതാണ് ഒരു തരം. പല വിശ്വാസികളും അവരെ അടുത്ത് കാണുമ്പോൾ അവരൊട്ടേറെ ആകുല ചിന്തകളുള്ളവരാണ്. സ്വർഗത്തിലൊരു പിതാവില്ല എന്നുള്ള മട്ടിൽ പോലും അവർ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് വളരെ ആകുല ചിന്തപ്പെടുന്ന ആളുകളായിട്ട് കാണാനായിട്ട് കഴിയും. ഒരു കവിത വായിച്ചത് ഇങ്ങനെ ഓർക്കുന്നു. രണ്ട് കുരുവികൾ തമ്മിൽ അവരൊരു വൃക്ഷക്കൊമ്പിലിരുന്ന് അന്യോന്യം സംസാരിക്കുക. അവർ താഴേക്ക് നോക്കുമ്പോൾ താഴെ മനുഷ്യരൊക്കെ വളരെ പരിഭ്രാന്തരായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നു. അവർ വളരെ ഉത്കണ്ഠയോടെ, ആകുല ചിന്തയോടെ മനുഷ്യരൊക്കെ പരക്കം പാഞ്ഞ് നടക്കുന്നു. അതേസമയം ഈ രണ്ട് കുരുവികൾ ആ മരക്കൊമ്പിലിരുന്ന് സന്തോഷത്തോടെ പാട്ട് പാടുകയാണ്. ഇവർ പാട്ട് പാടുമ്പോൾ അതിലൊരു കുരുവി മറ്റൊരു കുരുവിയോട് പറഞ്ഞു, നമ്മൾ എത്ര സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നു, എന്നാൽ ഈ മനുഷ്യരെ നോക്ക്, അവർ വളരെ ആകുല ചിന്തയോടെ പരക്കം പായുകയാണല്ലോ, എന്താ അതിന് കാരണം? അപ്പം മറ്റേ കുരുവി പറഞ്ഞതായിട്ടാണ് കവിതയിൽ പറയുന്നത്. ആ കുരുവി പറഞ്ഞു, ഒരു പക്ഷേ നമുക്കുള്ളതുപോലെ ഒരു സ്വർഗീയ പിതാവ് ഇവർക്കുണ്ടായിരിക്കുകയില്ല, ഇവർക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗീയ പിതാവ് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടായിരിക്കും ഈ പാവപ്പെട്ട മനുഷ്യർ ഇങ്ങനെ ആകുല ചിന്തയോടെ ഓടിപ്പാഞ്ഞ് പരിഭ്രമിച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ് ആ കവിത. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞല്ലോ, നിങ്ങൾ പറവകളെ നോക്കുവിൻ. ഈ കർത്താവ് അവിടെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ആ പറവകളെ പുലർത്തുന്നു എന്നാണ്. അല്ലാതെ കർത്താവ് അവിടെ പറയുന്നത് ആ പറവകളുടെ പിതാവ് എന്നല്ല പറയുന്നത്. മറിച്ച് എന്താ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. സത്യത്തിൽ കുരുവികളുടെ പിതാവല്ല ദൈവം ആരാണ്? സ്വർഗസ്ഥനായ ദൈവം ആരാണ്? നമ്മുടെ പിതാവാണ്, മനുഷ്യരായ നമ്മുടെ പിതാവാണ്. ഈ പിതാവിനെ സ്വർഗസ്ഥ പിതാവ് എന്നുള്ള ഒരു ബന്ധത്തിലേക്ക്, ഒരു വീണ്ടും ജന്മ അനുഭവത്തിലേക്ക് വന്നു എന്ന് പറയുന്ന വിശ്വാസികൾ പോലും ആകുല ചിന്തയോടെ, പരിഭ്രമത്തോടെ, നാളെ എങ്ങനെയാകും എന്നുള്ള വിചാരത്തോടെ, ഒരു സുരക്ഷിത ബോധമില്ലാത്തവരെ പോലെ പെരുമാറുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ വളർച്ചയെ തടയുന്ന ഒരു മുള്ളാണ്. കർത്താവ് നൽകുന്ന സുരക്ഷിതത്വത്തിലേക്ക് വരിക. കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞു, മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഒന്നാം സ്ഥാനം അതിന് കൊടുക്കുക. അതിന് കൊടുത്തു കഴിയുമ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ അതിനോട് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം അതിനോട് ആഡ് ചെയ്തുകൊള്ളും, വേണ്ടത് തന്നുകൊള്ളും. എന്ന് വെച്ചാൽ സകലവും തരുമെന്നല്ല. പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. മുമ്പേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ സകലവും ലഭിക്കും. അങ്ങനെയല്ല, സകലവും ലഭിക്കുമെന്നല്ല. വേണ്ടത്, നമ്മുടെ ആവശ്യത്തിനുള്ളത് ദൈവം നമുക്ക് തന്നുകൊള്ളും. നമുക്കതുപോരെയോ? അത് മതി. ആകുല ചിന്ത ആ നിലയിൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയും. രണ്ടാമത് മുള്ളായിട്ട് പറഞ്ഞിരിക്കുന്നത് ധനത്തിൻ്റെ വഞ്ചനയാണ്. ധനത്തിന് എപ്പോഴും ഒരു വഞ്ചനയുണ്ട്. എന്താ ഈ ധനത്തിൻ്റെ വഞ്ചന? ധനം നമുക്കൊരു സ്യൂഡോ സെക്യൂരിറ്റി തരും, അതാണ് അതിൻ്റെ വഞ്ചന. ആളുകൾ പലരും പറയാറില്ലേ, പണമില്ലാത്തവൻ പിണം എന്ന് വെച്ചാൽ പണമുള്ളവനാണ്, അവനാണ് ഏറ്റവും പ്രധാനി. പണം നമുക്ക് വേണ്ട സുരക്ഷിതത്വം തരും, നമുക്ക് വേണ്ട സുഖം തരും എന്നാണ് ഈ പണം. അങ്ങനെ ഒരു സ്യൂഡോ സെക്യൂരിറ്റി, ഒരു കാപട്യമുള്ള ഒരു സുരക്ഷിതത്വമാണ് പലപ്പോഴും നമുക്ക് തരുന്നത്. എന്നാൽ യഥാർത്ഥ കാര്യത്തിലേക്ക് വരുമ്പോഴോ ജീവിതത്തിൻ്റെ നിർണായകമായ ഒരു പ്രതിസന്ധിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ വരുന്നു. അതിൻ്റെ മുൻപിൽ ഒരിക്കലും പണം കൊണ്ട് നമുക്ക് ഒരു സുരക്ഷിതത്വം കൈവരിക്കാനായിട്ട് കഴിയില്ല. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരാൾ വിദേശത്ത് പോയി ധാരാളം സമ്പാദിച്ചു. താൻ ആ പണമെല്ലാം നോട്ട് കെട്ടുകളായിട്ട് ഡോളറുകളാക്കി തൻ്റെ ബാഗിൽ ചേർത്ത് വെച്ച് ആ ബാഗ് പിടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ താൻ വന്ന വിമാനം, കഥയാണ്, ആ വിമാനം കടലിൽ പതിച്ചു. കടലിൽ പതിച്ച് ഈ മനുഷ്യൻ ആ കടലിൽ വീണ് അങ്ങനെ കിടക്കുമ്പോൾ തൻ്റെ കയ്യിൽ എന്തുണ്ട്? ഡോളറുണ്ട്. പക്ഷേ ആ ഡോളറ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഉപ്പുവെള്ളത്തിൽ പതച്ച് അവൻ അങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ഡോളർ
അവനെ സഹായിച്ചില്ല. നോക്കുക, അവന് ആ ഉപ്പുവെള്ളത്തിൽ അങ്ങനെ പതച്ച് കിടക്കുമ്പോൾ ഒരു കവിള് ശുദ്ധജലം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഒരു കവിള് ശുദ്ധജലം ആ സമയത്ത് ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള ധനം മുഴുവൻ അവൻ ആ സമയത്ത് അതിന് പകരമായിട്ട് കൊടുക്കാൻ ആ നിലയിൽ സന്നദ്ധനാണ്. നോക്കുക, ഒരു കവിള് വെള്ളത്തിന് പോലും സഹായിക്കാത്തതാണ് പലപ്പോഴും ഇത്. എന്നാൽ അത് കയ്യിലുള്ളപ്പോൾ അവൻ്റെ വിചാരം എന്താണ്? ഇത് തനിക്ക് ഒരു വലിയ സുരക്ഷിതത്വം നൽകും. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങൾ തകിടം മറിഞ്ഞു, ആപത്തുണ്ടായി. അതിൻ്റെ മധ്യത്തിൽ ആ പണം അവനെ സഹായിച്ചില്ല. ധനത്തിൻ്റെ വഞ്ചന എപ്പോഴും ഈ നിലയിലുള്ളതാണ്. അതുകൊണ്ട് ധനത്തിൽ ആശ്രയം വെച്ചാൽ അതൊരു മുള്ളാണ്. യഥാർത്ഥത്തിലുള്ള വിശ്വാസി ധനത്തിൽ ആശ്രയം വയ്ക്കുന്നവനായിരിക്കേയില്ല. അതിൻ്റെ അപകടം, അതിൻ്റെ കാപട്യം മനസ്സിലാക്കി അതിനോട് അവൻ വിട പറയും. അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, തിത്തിരികൾ അന്യമുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുപ്തരായോർ ഭൂധനങ്ങളെ ചേർത്തുകൂട്ടിയിട്ട് ആ ധനങ്ങളിൽ മേൽപോരുന്നിരുന്ന് ആയവ വിരിഞ്ഞ് ആർത്തി നൽകും മാമോൻ കുട്ടികളായി പുറപ്പെടുന്ന ആർത്തനാഥനെ. മനോഹരമായ വരികൾ. തിത്തിരി പക്ഷികൾ അന്യമുട്ടയെ വിരിയിക്കുന്ന പോലെയാണ് പലരും, വിശ്വാസികളെന്ന് പേര് പറയുന്ന പലരും, ധനത്തെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമം. അത് യഥാർത്ഥത്തിൽ ഒരു പ്രയാസത്തിൻ്റെ മധ്യത്തിൽ അവരെ സഹായിക്കുകയില്ല. നോക്കുക, ആ ധനത്തിൻ്റെ വഞ്ചനയോട് വിട പറയുക. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും, പാഷൻസ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, അതാണ് മൂന്നാമത്തെ ഒരു മുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ മുള്ള ലോകസുഖങ്ങൾ. ലോകം എപ്പോഴും അത് നമുക്ക് സുഖം തരും എന്നൊരു പ്രതീക്ഷയാണ്. മുമ്പേ ധനത്തിൻ്റെ വഞ്ചനയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ ആ തരുന്ന സുഖത്തോട് കർത്താവായ യേശുക്രിസ്തു എന്താ ചെയ്തത്? തൻ്റെ നേരെ വന്ന് പരീക്ഷയുടെ ഘട്ടത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലും നമ്മളത് വായിക്കുന്നു. പിശാച് അവനോട് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളെയും കാണിച്ചിട്ട് വീണ് എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവൻ തരാം എന്നുള്ള നിലയിൽ ആ ലോകസുഖങ്ങൾ കാണിച്ച് തന്നെ പ്രലോഭിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ കർത്താവ് ആ കെണിയിൽ വീണില്ല. ആ പരീക്ഷയെ കർത്താവ് അതിജീവിച്ചു. യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയാണ് നമ്മളെങ്കിൽ ഈ ലോകസുഖങ്ങൾ അതിൻ്റെ മേൽ നമുക്കും ഒരു ജയമുണ്ടാവണം. 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനം നമ്മൾ വായിക്കുന്നത്, ഈ ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. 2 തീമോഥെയോസ് 4-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പൗലോസ് വിശ്വാസി എന്ന് പേർപ്പെട്ട ഒരാളെക്കുറിച്ച് പറയുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. നോക്കുക, ദേമാസ് ഒരു ക്രിസ്തീയ പ്രവർത്തകനായിരുന്നു, ഒരു വിശ്വാസിയായിരുന്നു. പക്ഷേ ലോകസുഖങ്ങൾ എന്നുള്ള ആ മുള്ള് തൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ ദേമാസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വളരെ നിരാശാജനകമായ ഒരു വാക്യം പൗലോസ് രേഖപ്പെടുത്തുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു പോയി. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനത്തിൽ ഈ ലോകവും അതിൻ്റെ ആസക്തികളും ഒഴിഞ്ഞു പോകും, ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഈ ലോകം അതിൻ്റെ മോഹങ്ങൾ പലപ്പോഴും സുഖം ലോകസുഖങ്ങളെക്കുറിച്ചുള്ളത് അതിൻ്റെ തുടക്കം മോഹത്തിലാണ്. മോഹം. അതുകൊണ്ട് മോഹം ഒഴിവാക്കിയാൽ ആ മോഹം ലോകസ്നേഹത്തിലേക്ക് കടക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷ നൽകും. അതുകൊണ്ട് ഒന്നാമത് അങ്ങനെയുള്ള തെറ്റായ വാഞ്ചകളെ മാറ്റുക. നോക്കുക, മുള്ളിനെതിരെ നമ്മളൊരു നിലപാടെടുക്കുന്നതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം 27-ാം അധ്യായം 4-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ മുള്ളിനെതിരെ ഒരു നിലപാടെടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നു. അവിടെ ഒരു വിശുദ്ധ യുദ്ധം, അതിനെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. നോക്കുക, യെശയ്യാവിൻ്റെ പുസ്തകം 27-ാം അധ്യായം 4-ാമത്തെ വചനം, യുദ്ധത്തിൽ പറക്കാരെയും മുൾപ്പടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകപ്പാടെ ചുട്ടുകളയുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ലോകസുഖങ്ങൾ, ധനത്തിൻ്റെ വഞ്ചന, ഈ മാതിരിയുള്ള ആ മുള്ളുകൾ കാണുമ്പോൾ ആ മുള്ളുകൾക്കെതിരെ ദൈവം അത് പിഴുതു മാറ്റിക്കൊള്ളും എന്നുള്ളതല്ല. മറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകം 27-ന്റെ 4-ൽ
നമ്മൾ തന്നെ അതിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് വായിക്കുന്നു. യുദ്ധത്തിൽ പറക്കാരെയും മുൾപ്പടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അങ്ങനെയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ചുട്ടുകളയാമായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. പലപ്പോഴും ഇതിനെതിരെ നമ്മൾ തന്നെ ഒരു നിലപാടെടുക്കണം എന്നുള്ളതിന് ഇന്ന് വലിയൊരു ഊന്നലില്ല. വളരെ അനുഗ്രഹീതമായ ഒരു യോഗത്തിലിരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിനിടയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ധനത്തോടുള്ള ആഗ്രഹവും ലോകസുഖങ്ങളോടുള്ള വാഞ്ചയും ഒക്കെ മാറിപ്പോകും. മുള്ളുകൾ ദൈവം തന്നെ പറിച്ചു മാറ്റിക്കളയും എന്നാണ് പലരും കരുതുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ അങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ നമുക്ക് കാണാനും കഴിയും. അവിടെ പറയുന്നു, ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യും. പക്ഷേ ആ മുള്ളും പറക്കാരെയും പരിശുദ്ധൻ തന്നെ ഒരു തീയായി വീണ് അതിനെ ദഹിപ്പിച്ച് കളയണമെങ്കിൽ അതിന് യെശയ്യാവിൻ്റെ പുസ്തകം 27:4 നമ്മൾ വായിച്ചതുപോലെ നമ്മുടെ ഭാഗത്തും അതിനായിട്ടുള്ള ഒരു ആഗ്രഹവും അതിനായിട്ടുള്ള ഒരു വാഞ്ചയും, മുള്ളുകളോട് ഒരു യുദ്ധം, ഒരു വിശുദ്ധ യുദ്ധം നമ്മൾ തന്നെ പ്രഖ്യാപിക്കുകയും വേണം. നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാതെ പരിശുദ്ധാത്മാവ് ഒരു അത്ഭുതം പോലെ, ഒരു മാന്ത്രികൻ ഒരു വടി എടുത്ത് ചുഴറ്റുമ്പോൾ തൊപ്പിക്കുള്ളിൽ നിന്ന് പെട്ടെന്നൊരു മുയൽ വരുന്നത് പോലെ, ഒരു ഉണർവ് മീറ്റിങ്ങിൽ സംബന്ധിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലോകസ്നേഹവും ധനത്തോടുള്ള വാഞ്ചയും എല്ലാം മാറിപ്പോകും എന്ന് കരുതുന്നവർ ഒരു മൂഢസ്വർഗത്തിലാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. തീർച്ചയായിട്ടും കർത്താവിനെക്കുറിച്ച് പറയുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ യോഹന്നാൻ സ്നാപകൻ തന്നെ കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു വാഗ്ദാന വചനമാണ്. കർത്താവ് അത് ചെയ്യും, പരിശുദ്ധാത്മാവ് അത് ചെയ്യും. മുള്ളും പറക്കാരെയും അത് പരിശുദ്ധൻ തന്നെ ഒരു ജ്വാലയായി വീണ് അത് ദഹിപ്പിച്ച് കളയും. പക്ഷേ അങ്ങനെ ദഹിപ്പിച്ച് കളയണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്കതിന് ആയിട്ടുള്ള ഒരു വാഞ്ച ഉണ്ടാവണം. അത് മുള്ളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മുള്ള് മാറി ഒരു നല്ല നിലയമാകാനുള്ള ഒരു ആഗ്രഹവും ഒരു വാഞ്ചയും അതിനായിട്ടുള്ള ഒരു നിലവിളിയും അതിനായിട്ട് പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുന്ന ഒരു മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുണ്ടാകാതെ ദൈവം ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഒരു വഞ്ചനയായി തീരും എന്ന് പലരും അറിയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അങ്ങനെ ദൈവം അതെല്ലാം ചെയ്തു കൊള്ളുമെന്ന് പറഞ്ഞൊരു മൂഢസ്വർഗത്തിലായിരിക്കുകയാണ്. ദൈവം ചെയ്യും, ദൈവം അതിന് തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളതിൽ സഹകരിക്കണം. വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വിശുദ്ധ ജീവിതം ഒരളവിൽ അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് ചെയ്യണ്ടേ? നമ്മൾ 2 വചനങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നോക്കുക. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാമത്തെ വചനം, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കും. ഒരു വിശുദ്ധ ജീവിതം നമ്മുടെ പുള്ളുകളെ മുഴുവൻ മാറ്റി നമ്മളെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന കാര്യം നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം ദൈവം തന്നെ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ പറയുന്നത്. അവിടെ നമ്മുടെ ഒരു പ്രവൃത്തി ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയില്ല. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ട്, നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കും. എന്നിട്ട് എടുത്തു പറയുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം. തീർച്ചയായിട്ടും ദൈവമാണ് അത് ചെയ്യുന്നത്. എന്നാൽ ആ ഒരു വചനം അങ്ങനെ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു വചനം കാണുക. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം. ആ വചനത്തിൽ പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ടാണ് അതിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 23-ൽ ദൈവം അത് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ നമ്മൾ 2 കൊരിന്ത്യർ 7-ന്റെ 1-ൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും
സകല കന്മഷവും നീക്കി നാം നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ സത്യം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. പലരെ സംബന്ധിച്ചിടത്തോളവും അവർ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പിടിക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു പറവയ്ക്ക് 2 ചിറകുണ്ട്. 2 ചിറകും ഒരുപോലെ അത് ഉപയോഗിച്ചാൽ മാത്രമേ അതിന് മുന്നോട്ട് പറക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവം പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട കാര്യം, ആ കാര്യത്തെ തീർച്ചയായിട്ടും വിലമതിക്കുക. നമ്മളല്ല അത് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് അത് ചെയ്യും. അതങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഗത്ത് നമ്മളും ചെയ്യേണ്ടത് ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കേണ്ട ഒരു ഭാഗം നമ്മുടെ ഭാഗത്തും അതിനായിട്ടൊരു താല്പര്യവും വാഞ്ചയും ഉണ്ടാകണം. ദൈവത്തിനായിട്ട് ആ നിലയിലൊരു ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. നിൻ്റെ വായെ വിസ്താരത്തിൽ തുറക്കുക, എന്നാൽ അവൻ അതിനെ നിറയ്ക്കും. നമ്മുടെ ഭാഗത്തു നിന്ന് അതിനായിട്ടൊരു വാഞ്ച, അതിനായിട്ടൊരു നിലവിളി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ ഈ ഉപമയോട് നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മളൊരു സഭയിലായിരിക്കുന്നു, 30, 60, 100 മേനി, അത് തന്നെ 3 തരത്തിൽ വിളവ് തരുന്ന ഭൂമികളായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷേ അങ്ങനെയെങ്കിലും ഒരു നല്ല നിലമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മുള്ളുകളെ മാറ്റുക. ആ മുള്ളുകൾക്കെതിരെ നമുക്ക് തന്നെ ഒരു വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കാം. അങ്ങനെ ഒരു വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ച് അതിനായിട്ട് വാഞ്ചിക്കുമ്പോൾ പരിശുദ്ധൻ തന്നെ ഒരു ജ്വാലയായി വീണ് കത്തി നമ്മുടെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. നമ്മളൊരു നല്ല നിലമായി തീരും. നമുക്ക് സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആയിരിക്കാനായിട്ട് കഴിയും. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.